ഹൈന്ദവ വിശ്വാസത്തിൽ വിശിഷ്യ വൈഷ്ണവ ഭക്തിയിൽ സവിശേഷമായൊരു രൂപമാണ് ശ്രീകൃഷ്ണന്റേത്. ഓടക്കുഴലും പീതാംബരവും അഥവാ മഞ്ഞപ്പട്ടും മനോഹരമായ കിരീടവും മൃദുലമായ പുഞ്ചിരിയും നിറഞ്ഞ ആ ദിവ്യരൂപം ശിരസിലെ മയിൽപീലിയില്ലാതെ പൂർണ്ണമാവില്ല. ഈ മയിൽപീലി വെറുമൊരു അലങ്കാര വസ്തുവല്ല, മറിച്ച് ഭഗവാന്റെ ദിവ്യത്വത്തെയും സ്വഭാവത്തെയും കുറിക്കുന്ന ആഴമേറിയൊരു പ്രതീകം കൂടിയാണ്. ശ്രീകൃഷ്ണന്റെ കിരീടത്തിൽ മയിൽപീലി എങ്ങനെയെത്തി എന്നതിനെക്കുറിച്ച് വിവിധ കഥകൾ നിലവിലുണ്ട്. ഇവയെല്ലാം ഭഗവാന്റെ ലീലകളെയും വിനയത്തെയും പ്രകൃതിയോടുള്ള ബന്ധത്തെയും വരച്ചുകാട്ടുന്നു. ഇതിലേറ്റവും പ്രസിദ്ധമായ ഐതിഹ്യം വൃന്ദാവനത്തിലെ വനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഭഗവൻ തന്റെ ഓടക്കുഴലിൽ വായിക്കുമ്പോൾ ആ മാധുര്യമേറിയ സംഗീതത്തിൽ മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും പക്ഷികളും, പ്രത്യേകിച്ച് മയിലുകളും ആകർഷിക്കപ്പെട്ട ചുറ്റുംകൂടി. സംഗീതത്തിൽ ലയിച്ച മയിലുകൾ ആനന്ദത്താൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. മയിലുകളുടെ നൃത്തത്തിൽ ആകൃഷ്ടനായി ശ്രീകൃഷ്ണനും അവർക്കൊപ്പം നൃത്തം ചെയ്തു. ഈ ദിവ്യനൃത്തം വൃന്ദാവനത്തിൽ അവിസ്മരണീയമായ ആനന്ദം നിറച്ചു. ഈ നൃത്തം പാരമ്യത്തിലെത്തിയപ്പോൾ സന്തോഷം അതിരുവിട്ട മയിലുകൾ തങ്ങളുടെ മനോഹരമായ പീലികൾ പൊഴിച്ചു. ഈ അവിസ്മരണീയമായ നിമിഷത്തിന് നന്ദിസൂചകമായി മയിലുകളുടെ രാജാവ് തന്റെ ഏറ്റവും അഴകുള്ള പീലി ശ്രീകൃഷ്ണന് സമർപ്പിച്ചു. ഭഗവാൻ ആ പീലി സ്നേഹത്തിന്റെയും നന്ദിയുടെയും അടയാളമായി തന്റെ ശിരസിൽ ചൂടി. പ്രകൃതിയോടുള്ള ഭഗവാന്റെ അഗാധമായ ബന്ധത്തെയും സൃഷ്ടിയിലെ ഓരോ അംശത്തിൽ നിന്നും ലഭിക്കുന്ന സ്നേഹത്തെ അദ്ദേഹം എങ്ങനെ വിലമതിക്കുന്നു എന്നതിനെയും ഈ കഥ ഓർമ്മിപ്പിക്കുന്നു.